സേക്രഡ് വാലി ഓഫ് ഇൻകാസ് നഗരത്തിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ മാറി ആൻഡീസ് പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സമതലം, അതിലൂടെ ഒഴുകുന്ന നദി, അതിന് ചുറ്റും ഈ പുരാതനമായ സിവിലൈസേഷൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത ഫാമിംഗ് ടെറസുകൾ, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇതിന് കുറേ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇവിടെ ബിഫോർ ഇൻക സിവിലൈസേഷൻ്റെ മുന്നേയും ഇവിടെ ഫാമിംഗ് ലാൻഡ് ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഏറ്റവും അട്രാക്റ്റീവ് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാലിയിലൂടെ ഒഴുകുന്ന ഈ ഉറുവാമ്പ റിവർ എന്നൊക്കെ പറയുന്ന ഇതൊരു വലിയ എക്കോസിസ്റ്റമാണ്, ഇതൊരു അഗ്രികൾച്ചർ എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ മുന്നേ ജീവിച്ച ആളുകൾ മനസ്സിലാക്കി അതിന് ആ ഫാമിംഗ് ലാൻഡിനെ, ആ ലാൻഡിനെ ഫാമിംഗ് ലാൻഡായി കൺവേർട്ട് ചെയ്ത് അവരുടെ 1000 അല്ലെങ്കിൽ 800 വർഷം മുന്നേ പഴക്കമുള്ള അവരുടെ അറിവ് വെച്ചിട്ട് ആ ലാൻഡിനെ ഫാമിംഗ് ലാൻഡായി കൺവേർട്ട് ചെയ്ത് അതിനെ അവിടുത്തെ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് ഇവിടെ കുറേ തരം ക്രോപ്പുകൾ ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് മെയ്സ് അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്ന നമ്മുടെ ചോളമാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. ഇത് ഈ സേക്രഡ് വാലി കിടക്കുന്നത് കുസ്കോയ്ക്കും മാച്ചു പിച്ചുവിനും ഇടയിലാണ് പെറുവിയൻ ആൻഡീസിൽ എന്ന് പറയുന്നത് ഈ ഫാമിംഗ് ഇത്തരം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിൽ ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഇവർ കുറേ ഇവരുടേതായ ടെക്നോളജികൾ ഉപയോഗിച്ച് ഫാമിംഗ് ലാൻഡ്സ് ക്രിയേറ്റ് ചെയ്തു. ഫാമിംഗ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയുടെ ചരിവിൽ തട്ടായിട്ട് കൃഷി ചെയ്യുന്ന രീതി ഫാമിംഗ് ടെറസുകൾ എന്നാണ് ഇവർ പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഇവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആരാധനാലയങ്ങളും അതുപോലെ അവർ പറയുന്ന അവിടെ ക്യൂച്ച എന്നാണ് ഇവിടെ പഴയ ട്രഡീഷണൽ ലാംഗ്വേജിൻ്റെ പേര്, ഇൻക ലാംഗ്വേജിൻ്റെ പേര് ക്യൂച്ച എന്നാണ്. സേക്രഡ് വാലിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 മേജറായിട്ടുള്ള സെറ്റിൽമെൻറ്റുകളാണ് കാണാൻ കഴിയും. ഒന്ന് പിസാക്ക് എന്ന് പറഞ്ഞ ഒരു സെറ്റിൽമെൻറ്റും പിന്നെ ഒളെന്താംബോ. എനിക്കറിയില്ല അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒളെന്താംബോ എന്നാണ് ഞാൻ വായിച്ചത്. ഒളിയന്താംബോയിലാണ് നമ്മൾ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇവർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് ഫാമിംഗ് സ്ട്രക്ചർ, അഗ്രികൾച്ചർ സ്ട്രക്ചർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫാമിംഗ് ടെറസുകൾ, അതിൻ്റെ ഇറിഗേഷൻ സിസ്റ്റം, നമുക്കതിനകത്തൊക്കെ ആക്സസ് ഉണ്ട്. നമുക്ക് കയറി ഇതിൻ്റെ മുകൾ വശം വരെ എത്താൻ കഴിയും. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഈ ക്രോപ്പ് സ്റ്റോർ ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്ന സ്ഥലത്താണ്. ഈ മലയുടെ മുകൾ വശത്തായിട്ട് കുറച്ച് സ്റ്റോറിങ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്ത ശേഷം അവിടെ ക്രോപ്പ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് കൂടുതൽ കാറ്റ് കിട്ടുക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്ര ഒരു 1000 അല്ലെങ്കിൽ 1200 കൊല്ലം മുന്നേ അവിടെ അവരുടേതായ രീതിയിൽ അന്ന് അവൈലബിളായ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു വെൽ ഡിസൈൻഡായ അഗ്രികൾച്ചർ സിസ്റ്റം ഇവർ ഡെവലപ്പ് ചെയ്തു എന്ന് മാത്രമല്ല അതിനെ ഇവരുടെ കൾച്ചറുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ ഇവരുടെ ക്യൂച്ച ലാംഗ്വേജിൽ തന്നെ പച്ചമാമ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. പച്ചമാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ എർത്ത്, അല്ലെങ്കിൽ എല്ലാം ഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയാണ് എല്ലാറ്റിനും സോഴ്സ്. അപ്പോൾ ഭൂമി തരുന്ന റിസോഴ്സുകളും ഭൂമി തരുന്ന കാര്യങ്ങളെല്ലാം ഫലവത്തായി ഉപയോഗിക്കണം എന്നുള്ളൊരു ടെർമിനോളജിയാണ് ഈ പച്ചമാമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേച്ചർ ഈസ് ഗാഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എങ്ങനെയാണ് ഇവർ ഈ ഫാമിംഗ് ടെറസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ കുസ്കോയിലൊക്കെ കണ്ട ഒരു സെയിം കൺസ്ട്രക്ഷൻ മെത്തേഡ് തന്നെയാണ്. കല്ലുകൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ ചെത്തി മിനുക്കിയിട്ട് ലോക്കിംഗ് സിസ്റ്റമായിട്ടാണ് ഇവരത് ഈ ഫാമിംഗ് ടെറസുകളെ താങ്ങി നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോസിബിളായൊരു കാര്യമല്ല ഇങ്ങനെയുള്ള ടെറസുകൾ ക്രിയേറ്റ് ചെയ്യുക. ധാരാളം മഴയും മണ്ണൊലിപ്പൊക്കെ ഉണ്ടാകുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോൺ ഇങ്ങനെയുള്ളൊരു മെക്കാനിസമാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. 800-1000 വർഷം കഴിഞ്ഞിട്ടും അതിന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാത്ത രീതിയിലാണത് നിലനിൽക്കുന്നത്. നമുക്കിതിനകത്ത് ആക്സസ് ഉണ്ട്. നമുക്കിതിനകത്ത് ഈ സേക്രഡ് വാലിയിലുള്ള ഉള്ളിലോട്ടുള്ള ആക്സസ് നമുക്കുണ്ട്. അപ്പോൾ പഴയതരം കൺസ്ട്രക്ഷൻസും അതുപോലെ ഇവർ ജീവിച്ചിരുന്ന ചില വീടുകൾ, അതുപോലെ പണ്ട് കാലത്ത് ഉള്ള കുറേ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ കഴിയുന്നു. ഇത് മെയിനായിട്ടൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അപ്പോൾ യുനെസ്കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ധാരാളം
റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും പുരാതനമായ സെറ്റിൽമെൻറ്റുകളൊന്നാണ് ഈ കുസ്കോ, മാച്ചു പിച്ചു അല്ലെങ്കിൽ ഈ സേക്രഡ് വാലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയ ഒരു ഫാമിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു.